ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് തരം വെല്ലുവിളികളും മാസ് ഡയലോഗുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ കണ്ടാൽ ചിരിക്കാത്തവർ പോലും ചിരിച്ചു പോകും. ഒടുവിൽ നമ്മുടെ ദീദി, അതായത് മമതാ ബാനർജി, ഒടുക്കത്തെ ഒരു വെല്ലുവിളിയുമായി അങ്ങ് ഡൽഹിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. കേന്ദ്രഭരണത്തിൽ നിന്ന് BJPയെ പുകച്ച് പുറത്തു ചാടിക്കുമത്രേ. എന്തൊരാവേശം, എന്തൊരു വീരവാദം! തന്റെ സ്വന്തം വസതിയിൽ തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് ദീദി ഈ അലർച്ച അലറിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ വലിയ സിനിമാ ഡയലോഗൊക്കെയാണല്ലേ. പക്ഷേ ദീദി ഒരു കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. കേന്ദ്രത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുമ്പോൾ ദീദി എത്രയൊക്കെ പുകച്ചാലും ഡൽഹിയിൽ ഒരു അനക്കവും ഉണ്ടാവാൻ പോകുന്നില്ല. ഓരോ തവണ തോൽക്കുമ്പോഴും ജനങ്ങൾ തൃണമൂലിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ദീദിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. തോറ്റപ്പോഴുണ്ടായ സങ്കടം കൊണ്ട് ബാക്കി പറയേണ്ട ബോധം കൂടി പോയോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. എത്രയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാലും ദീദിക്ക് ഇപ്പോഴും കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത്ഭുതപ്പെടുന്നത്. ഈ ദീദിയുടെ കളി ഇനി ബംഗാളിൽ നടക്കില്ല. ഇനി എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ബംഗാളിൽ BJP ഭരണം പിടിച്ചെടുത്തതും കേന്ദ്രത്തിൽ സ്വാധീനം ഉറപ്പിച്ചതുമൊക്കെ അത്ര കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ദീദിയുടെ ഗുണ്ടാരാഷ്ട്രീയവും അഴിമതിയും മടുത്തതുകൊണ്ടാണ് അവർ BJPയെ തിരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള കരുത്തുറ്റ നീക്കങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ മുട്ടുവിറച്ചിരിക്കുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. ഈ കളി എങ്ങനെയൊക്കെ കളിക്കണമെന്നും എപ്പോഴൊക്കെ ഏത് കരുക്കൾ നീക്കണമെന്നും അമിത്ഷായ്ക്ക് നന്നായി അറിയാം. അത് മനസ്സിലാവാതെ സ്വന്തം തട്ടകം ഒലിച്ചു പോകുന്നത് കണ്ട് ദീദി ഇപ്പോൾ വെറുതെ ഇരുന്ന് നിലവിളിക്കുകയാണ്. ഇനി ഇതിനിടയിലാണ് ദീദിയുടെ അടുത്ത നമ്പർ. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അവിടെ BJP നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ ബുൾഡോസർ സംസ്കാരം എന്ന് വിളിച്ച് കരയുകയാണ് തൃണമൂൽ. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, വഴിയോര കച്ചവടക്കാരെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വൈകാരിക നമ്പറുകൾ ഇറക്കുന്നുണ്ട്. മെയ് 21-ന് കൊൽക്കത്തയുടെ പല ഭാഗങ്ങളിലുമൊക്കെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പാർട്ടി പ്ലാൻ. പക്ഷെ ഇതൊക്കെ കണ്ട് ഡൽഹിയിലിരിക്കുന്ന BJP നേതൃത്വം ചിരിക്കുകയുള്ളൂ. കാരണം ഇത്തരം പതിവ് സെന്റിമെന്റ്സ്, അടവുകളൊക്കെ പണ്ടേ കാലഹരണപ്പെട്ടതാണെന്ന് രാജ്യം മുഴുവൻ കണ്ടു കഴിഞ്ഞതാണ്. ഇതിനെല്ലാം പുറമെയാണ് മറ്റൊരു തമാശ. ദീദിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ വക അടുത്ത ഡയലോഗ് വന്നു കഴിഞ്ഞു. തന്റെ വീടിന്റെ ഭാഗം പൊളിക്കാൻ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയപ്പോൾ ഞാൻ ഭയപ്പെടില്ല, എന്റെ വീട് തകർത്താലും ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു കോമഡി സിനിമ കാണുന്ന സുഖമുണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് മറ്റൊന്നാണ്. ഇത്രയും കാലം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്താണ് ചെയ്തു കൂട്ടിയത്? തിരഞ്ഞെടുപ്പിന് ശേഷം BJP പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ, മുൻ മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന് കോടികളുടെ കള്ളപ്പണം ED പിടിച്ചെടുത്തത്, ഇതൊക്കെ ജനങ്ങൾ മറന്നു എന്ന് ദീദി കരുതുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി വീട്ടുപടിക്കൽ എത്തുമ്പോൾ മാത്രം ഭരണഘടനയെക്കുറിച്ച് ഓർക്കുന്നവരാണ് ഇപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യമാണ്. ദീദി ഈ കേന്ദ്ര ഭരണത്തിൽ നിന്ന് BJP പുറത്താക്കുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് ദീദിയുടെ കൂടെ ഇപ്പോൾ ആരുണ്ട്? പണ്ട് ഇന്ത്യ സഖ്യം എന്നും പറഞ്ഞ് കുറെ മീറ്റിങ്ങുകൾ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ കൂടിയത് നമ്മൾ കണ്ടതാണ്. ചായ കുടിയും ബിരിയാണി കഴിക്കലും അല്ലാതെ ആ സഖ്യം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? സീറ്റ് വിഭജനത്തിന്റെ കാര്യം വന്നപ്പോൾ ദീദി തന്നെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ബംഗാളിൽ നിന്ന് ആട്ടി ഓടിച്ചു. എന്നിട്ടാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കേന്ദ്ര ഭരണത്തെ തകർക്കാൻ പോകുന്നത്. ഡൽഹിയിലെ കസാര എന്നത് ബംഗാളിലെ പഞ്ചായത്ത് ഭരണം പോലെ ഗുണ്ടായുസം കാണിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്തുണ വേണം. ആ ജനങ്ങളാണ് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയിരിക്കുന്നത്. കർഷകർക്കും സാധാരണക്കാർക്കും അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുമ്പോൾ, ഡിജിറ്റൽ ഇന്ത്യയും വന്ദേ ഭാരത് ട്രെയിനുകളും രാജ്യത്ത് കുതിച്ചു പായുമ്പോൾ ജനങ്ങൾ എന്തിന് ദീദിയുടെ ഈ പൊള്ളയായ വാക്കുകൾ വിശ്വസിക്കണം? ബംഗാളിലെ മമതയുടെ ഭരണത്തിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? വ്യവസായങ്ങൾ ഒന്നും വന്നിരുന്നില്ല. ഉള്ള IT കമ്പനികൾ പോലും ബംഗാൾ വിട്ടുപോകുന്നു. യുവാക്കൾക്ക് ജോലിയില്ല. അവിടുത്തെ ഒരേ ഒരു വലിയ വ്യവസായം എന്ന് പറയുന്നത് തൃണമൂലിന്റെ സിൻഡിക്കേറ്റ് രാജ് മാത്രമാണ്. ഒരു വീട് വെക്കണമെങ്കിലോ കട തുടങ്ങണമെങ്കിലോ തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾക്ക് പണം കൊടുക്കണം. ഈ അഴിമതി ഭരണത്തിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കാനാണ് BJP അവിടെ ശക്തമായി പോരാടിയത്.
ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJPക്ക് അവിടെ ഇത്രയും വലിയ ജനപിന്തുണ നൽകിയത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP ടീം അവിടെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൃണമൂലിന്റെ ഓരോ കള്ളത്തരങ്ങളും അവർ ജനങ്ങൾക്ക് മുന്നിൽ പൊളിച്ചു കാണിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ. റോഡുകളും പൊതുസ്ഥലങ്ങളും കയ്യേറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ സർക്കാർ നടപടിയെടുക്കും. അതിനെയാണ് ദീദി ഇപ്പോൾ ന്യൂനപക്ഷ വേട്ട എന്ന് വിളിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത്. ഇനി ഈ വോട്ട് ബാങ്ക് കളി ബംഗാളിൽ നടക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മെയ് 21-ന് ദീദിയുടെ പാർട്ടി നടത്താൻ പോകുന്ന ആ സമരമുണ്ടല്ലോ, അത് വെറുമൊരു നാടകം മാത്രമാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും അഴിമതി കേസുകളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വില കുറഞ്ഞ അടവ്, അല്ലാതെ മറ്റൊന്നും തന്നെയല്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ പിന്നിലെ വലിയൊരു ദേശീയ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചാണ്. ദീദി ഇപ്പോൾ ബംഗാളിൽ ഇരുന്ന് ഇങ്ങനെ ഉച്ചവെക്കുന്നത് വെറുതെ ഒരു പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിലാണെന്ന് കരുതരുത്. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ഡൽഹി മോഹം ഒളിഞ്ഞിരിപ്പുണ്ട്. മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വരുമ്പോഴേക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ കുപ്പായം തുന്നി നടക്കുന്ന ചില നേതാക്കളുണ്ട്. അതിലെപ്പോഴും മുൻപന്തിയിലുള്ള പേരാണ് മമത. കേന്ദ്രത്തിൽ ചെന്ന് BJPയെ വെല്ലുവിളിച്ചാൽ മാത്രമേ താൻ ഒരു വലിയ ദേശീയ നേതാവാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ദീദിക്ക് സാധിക്കും. പക്ഷെ പാവം ദീദി മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടി മാത്രമാണ്. സ്വന്തം സംസ്ഥാനത്തിന് പുറത്ത് ഒരു സ്വാധീനവുമില്ലാത്ത, അയൽ സംസ്ഥാനങ്ങളിൽ പോലും വോട്ട് ബാങ്ക് ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് കേന്ദ്രത്തിലെ ഒരു ബഹുഭൂരിപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കുക? ദേശീയതലത്തിൽ BJPയെ നേരിടാൻ പോയിട്ട് സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും ദീദിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ വലിയ വലിയ നേതാക്കൾ മൈക്കിന് മുന്നിൽ വന്ന് 4 വെല്ലുവിളികൾ നടത്തിയാൽ അല്ലെങ്കിൽ വികാരഭരിതമായി പ്രസംഗിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ജനങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ പറയുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം സെക്കൻഡുകൾക്കുള്ളിൽ ജനങ്ങൾ തിരിച്ചറിയും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇനിയൊരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രാജ്യത്തിന് എന്താണ് ആവശ്യമെന്നാണ്. വെറുതെ തെരുവിൽ കിടന്ന് സമരം ചെയ്യാനും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുമാണോ നമ്മൾ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്? അതോ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും പ്രാപ്തിയുള്ള ഭരണാധികാരികളെയാണോ നമുക്ക് വേണ്ടത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ടിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ദീദിയെ പോലെയുള്ള പഴയകാല നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകം. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളെയും കുറിച്ച് പ്രസംഗിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ജനവിധി മാനിക്കുക എന്നതാണ്. ജനാധിപത്യത്തിന്റെ ഒന്നാമത്തെ പാഠം എന്താണ്? ഡൽഹിയിലെ ഭരണം ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാണെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. ആ ജനവിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പുകച്ചു പുറത്തു ചാടിക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ രീതിയിലുള്ള തരം താഴ്ന്ന രാഷ്ട്രീയ അടവുകൾ കൊണ്ട് സ്വന്തം അണികളെ കുറച്ചു ദിവസം കൂടെ നിർത്താം എന്നതിനപ്പുറം വലിയ ചലനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ദീദിക്കും അറിയാം, നമുക്കും അറിയാം. എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നാടകങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നും കേന്ദ്രത്തിന്റെ അടുത്ത ശക്തമായ നീക്കം എന്തായിരിക്കുമെന്നും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.